വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിപ്പോൾ നോക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോള്യൂം 2 പുറത്ത് വന്നിട്ടുള്ള എപ്പിസോഡ്സിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. സീസൺ 5 ആദ്യ 5 എപ്പിസോഡ്സും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വന്നതിൽ രണ്ടാമത്തേതും സീസൺ 5 ആറാമത്തേതുമായിട്ടുള്ള എപ്പിസോഡാണ്. ആൻഡ് സീൻ ബൈ സീൻ ആയിട്ടല്ല, പകരം ഓരോ ലൊക്കേഷനിലും നടക്കുന്ന ഇൻസിഡൻസ് പരമാവധി ക്ലാരിഫൈ ചെയ്ത് അടുത്തതിലേക്ക് പോകുന്ന തരത്തിലാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് തുടങ്ങിയ പരിപാടികൾ പരിഗണിക്കുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. വോള്യൂം 2 സെക്കൻഡ് എപ്പിസോഡും സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 6th എപ്പിസോഡുമായ എസ്കേപ്പ് ഫ്രം കാമസോട്സ് തുടങ്ങുന്നത് നാൻസിയെയും ജോനത്തിനെയും വോൺ ചെയ്യാനായി സ്റ്റെയർസ് ഓടിക്കയറുന്ന ഡസ്റ്റിനെ കാണിച്ചുകൊണ്ടാണ്. നാൻസി ഷൂട്ട് ചെയ്ത എനർജി സ്പിയർ അനക്കമില്ലാതെ നിൽക്കുന്നത് കണ്ട് ഷോട്ട് മിസ്സായി കാണും എന്നാണ് അവർ ആദ്യം കരുതുന്നത്. എന്നാൽ ഒട്ടും വൈകാതെ അതിൽ നിന്നും റെഡ് ആൻഡ് ബ്ലാക്ക് ഫ്ലാഷസ് വയലന്റ് ആയി പുറത്തു വരികയാണ്. ആൻഡ് അതോടൊപ്പം ഉണ്ടാകുന്ന ഒരു ബ്ലാസ്റ്റ് അപ്സൈഡ് ഡൗണിൽ ഉടനീളം ഒരു വിസിബിൾ ഷോക്ക് വേവും അയക്കുന്നുണ്ട്. ഈ ഷോക്ക് വേവ് അവിടുത്തെ എൻവയൺമെന്റിനെ ആകെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതും സ്ട്രക്ചേഴ്സിനെ തകർക്കുന്നതും മറ്റൊരു വശത്തു നിന്ന് ഹോപ്പർ, 11, കാലി എന്നിവരും കാണുന്നുണ്ട്. ഡസ്റ്റിൻ പാനിക്കായി ഓടുന്നതിനിടെ സ്റ്റീവിനെ കണ്ടുമുട്ടുന്നു. അവനൊടുവിൽ തന്റെ മിസ്റ്റേക്ക് സമ്മതിക്കുന്നു. അവൻ താഴെ ലാബ് എക്സ്പ്ലോർ ചെയ്യുന്നതിനിടെ ഡോക്ടർ ബ്രെന്നറിന്റെ ചില നോട്ട്സ് കണ്ടെത്തുകയും അതിൽ നിന്നും തങ്ങൾ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നതിൽ നിന്നും വിരുദ്ധമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ആ ഫ്ലഷി വാൾ സ്ട്രക്ചർ വെഗ്നയല്ല സൃഷ്ടിച്ചത്, അത് സൃഷ്ടിച്ചത് സയൻസ് ആണ്. അപ്സൈഡ് ഡൗണിനെ മൊത്തത്തിൽ ഒരുമിച്ച് നിർത്തുന്ന സ്ട്രക്ചർ എക്സോട്ടിക് മാറ്റർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അതൊരു ഷീൽഡേ അല്ല, മറിച്ച് ഒരു കണ്ടെയ്ൻമെന്റ് സിസ്റ്റം ആണ്. ഇപ്പോൾ റൂഫിലെ സ്ഫിയർ ഡീസ്റ്റെബിലൈസ് ആകുമ്പോൾ ലാബിന്റെ ചില ഭാഗങ്ങൾ ഉരുകി ഒലിക്കാൻ തുടങ്ങുന്നു. നാൻസി ജോനത്തിനും ആകട്ടെ മുമ്പുണ്ടായ ബ്ലാസ്റ്റിന്റെ ഇമ്പാക്റ്റിൽ ബോധരഹിതരായി കിടക്കുകയാണ്. ഡസ്റ്റിന്റെ എക്സ്പ്ലനേഷനിലൂടെയും പുറത്തെ കാഴ്ചകളിലൂടെയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നു. അതായത് അപ്സൈഡ് ഡൗൺ ഒരു സെപ്പറേറ്റ് ഡിമെൻഷനെ അല്ല, അത് സത്യത്തിൽ ഒരു വോം ഹോൾ ആണ്. അതായത് രണ്ട് വ്യത്യസ്ത വേൾഡ്സ് തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആണ്. ആ ബ്രിഡ്ജ് കൊളാപ്സ് ആയാൽ രണ്ട് വശങ്ങളിലുള്ള ലോകങ്ങൾ അതോടൊപ്പം നശിക്കും. വാളിലുണ്ടായ ഒരു ഹോളിലൂടെ ചുറ്റുമുള്ള എല്ലാം അബ്സോർബ്ഡ് ആവാൻ തുടങ്ങുമ്പോൾ റിയൽ വേൾഡിലേക്ക് ഒരു പുതിയ ഗേറ്റ് ഓപ്പൺ ആവുകയും അതുവഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന 11നെയും ഹോപ്പറേയും കാലിയെയും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ ഹോക്കിൻസിൽ ദ ഡേ ആയ നവംബർ 6 പുലർച്ചെയാണ്. വിൽ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുന്നു. മൈക്ക്, ലൂക്കസ്, റോബിൻ എന്നിവർ മറ്റു മാർഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. റോബിൻ അവർക്ക് അറിയാവുന്ന പല പല കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു. വെഗ്നയുടെ മൈൻഡിനുള്ളിൽ എത്തിയ വിൽ അവിടെ മാക്സിനെയും ഹോളിയെയും കണ്ടിട്ടുണ്ടാവണമെന്നും മാക്സ് ഇപ്പോഴും അൺകോൺഷ്യസ് ആയി കിടക്കുന്നത് അവൾ കോമയിൽ ആയതുകൊണ്ടല്ല, അവളുടെ മൈൻഡ് അവിടെ ട്രാപ്ഡ് ആയതുകൊണ്ടാണെന്നും അവർ അനുമാനിക്കുന്നു. അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ തിരികെ അവളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഒപ്പം അവർക്ക് വെഗ്നയുടെ പ്ലാൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. അതിനായി ലൂക്കസും റോബിനും ഹോസ്പിറ്റലിൽ മാക്സിന്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ വിൽ പെട്ടെന്ന് ഉണരുന്നു. പക്ഷെ അത് ഹോക്കിൻസിലല്ല, അവനിപ്പോൾ അപ്സൈഡ് ഡൗണിൽ ടെന്റക്കിൾസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വെഗ്നയും അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒട്ടും സമയം കളയാതെ വില്ലിന്റെ കോൺഫിഡൻസ് തകർക്കാൻ ശ്രമിക്കുകയാണ്. വില്ലിനെ താൻ ആദ്യമായല്ല യൂസ് ചെയ്യുന്നതെന്ന് വെഗ്ന അവനെ ഓർമ്മിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ വിൽ തന്നെയാണ് സ്വയം അറിയാതെ ഡ്രീംസിലൂടെ അപ്സൈഡ് ഡൗൺ ടണൽസ് നിർമ്മിച്ചത്. ഇപ്പോൾ ഹെൻറി അവനെ വീണ്ടും യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത്തവണ പക്ഷെ മാക്സിന്റെ ബോഡി എവിടെയാണെന്ന് അറിയാനുള്ള ഒരു ട്രാക്കർ ആയിട്ടാണെന്ന് മാത്രം. സോ തന്റെ ഈ മെന്റൽ കണക്ഷൻ ഇപ്പോഴും വെഗ്നയ്ക്ക് കൂടെ ഉപയോഗിക്കാവുന്ന ഒരു 2-വേ റേഡിയോ പോലെയാണെന്ന് വൈകിയാണെങ്കിലും വിൽ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ വെഗ്നയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മാക്സും ഹോളിയും ഇപ്പോൾ തിരിച്ച് കേവിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻജേർഡ് ആണെങ്കിലും ഇപ്പോൾ അക്ഷമനായിരിക്കുന്ന ഹെൻറിയും അവർക്ക് പിന്നാലെ വന്ന് കേവിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അവൻ ഹോളിയോട് തിരികെ വരാനും മാക്സ് അവളുടെ ചിന്തകളെ പോയ്സൺ ചെയ്യുകയാണെന്നുമാണ് പറയുന്നത്. എന്നാൽ താൻ വെഗ്നയുടെ റിയൽ ഫോം കണ്ടു കഴിഞ്ഞെന്ന് ഹോളി ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ മാക്സിന്റെ ലൈഫ് വെച്ച് ത്രെട്ടൻ ചെയ്യുന്നു. അതിനവന് കേവിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ലല്ലോ എന്ന് മാക്സ് പരിഹസിക്കുമ്പോൾ അത് പ്രശ്നമല്ല, അവളെ ഹേർട്ട് ചെയ്യാൻ തനിക്കിപ്പോൾ മറ്റു വഴികളുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പിൻവാങ്ങുന്നു. ഇപ്പോൾ ഹോളി തങ്ങൾ കേവിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറണം എന്നാണ് പറയുന്നത്. എന്നാൽ മാക്സ് വിശ്വസിക്കുന്നത് മുമ്പ് വെഗ്നയിലൂടെ സംസാരിച്ചത് 11 ആയിരിക്കുമെന്നും അവൾ തങ്ങളെ സഹായിക്കാൻ എത്തും എന്നുമാണ്. സോ എങ്ങനെയെങ്കിലും അതുവരെ ഇവിടെ സർവൈവ് ചെയ്യണം എന്നാണ് അവളുടെ ആർഗ്യുമെന്റ്. പക്ഷെ ഹോളി ഇതിനോട് എഗ്രി ചെയ്യുന്നില്ല. കാരണം ഹെൻറി വെറുതെ കള്ളം പറയുന്നതാവില്ല, അവൻ മറ്റെന്തോ വഴി കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അവൾ വിശ്വസിക്കുന്നത്. സോ ഫൈനലി മാക്സ് തന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കാമസോട്സ് എന്ന് അവർ വിളിക്കുന്ന ഈ ഡ്രീം വേൾഡ് ഹെൻറിയുടെ മെമ്മറീസിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് അവൻ നേരിടാൻ വിസമ്മതിക്കുന്ന എന്തോ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ കേവ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
ഈ തിയറി ശരിയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയും അവിടെ എവിടെയോ തന്നെ മറിഞ്ഞിരിപ്പുണ്ട്. ഇതൊക്കെ കേട്ട ശേഷം ഹോളി കേവിനപ്പുറത്തേക്ക് നോക്കി നിൽക്കുകയും മാക്സ് ഇത്രയും കാലമായിട്ടും അതിന് ചുറ്റുമുള്ള ടെറൈൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവൾ അവിടേക്ക് പോയി ഇൻസ്പെക്ട് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ മാക്സ് അവളെ അവിടേക്ക് ഫോളോ ചെയ്തു പോകുന്നു. ഹോക്കിൻസിൽ ഇപ്പോൾ ഹോപ്പർ, 11, കാലി എന്നിവർ തിരികെ എത്തി സ്ക്വാക്കിലുള്ള ജോയ്സും മൈക്കുമായി വീണ്ടും ഒന്നിക്കുന്നു. ജോയ്സ് 11നോട് അവൾക്ക് വില്ലിനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്നു. ഇപ്പോൾ 11 അതിനായി ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുമ്പ് അവളെ ഡിസ്ട്രാക്ട് ചെയ്തതിന് ഹോപ്പർ കാലിയോട് കയർക്കുന്നു. എന്നാൽ കാലി അവളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഹെൻറിയെ കൊല്ലുന്നത് കൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല എന്ന പോയിന്റിൽ. കാരണം അവൻ മരിച്ചാലും അവനെ സൃഷ്ടിച്ച സിസ്റ്റം ആക്റ്റീവായി തന്നെ നിൽക്കും. ഇപ്പോൾ 11 ഉണരുന്നത് ഒരു ബാഡ് ന്യൂസും ആയിട്ടാണ്. അവൾക്ക് വില്ലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളുടെ പവർ റീച്ച് കൂട്ടാനായി പഴയ വാട്ടർ ടാങ്ക് മെത്തേഡ് യൂസ് ചെയ്യാം എന്ന് ഹോപ്പർ നിർദ്ദേശിക്കുന്നു. ഇതിനായുള്ള പ്രിപ്പറേഷൻസ് നടക്കുമ്പോഴും ജോയ്സ് ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇത്തവണ വില്ലിനെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചത് അവളുടെ ഐഡിയ ആയിരുന്നു. അവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തന്റെ ഓരോ അറ്റംപ്റ്റും അവന് കൂടുതൽ ദോഷം വരുത്തി വെച്ചതായാണ് ജോയ്സിന് തോന്നുന്നത്. എന്നാൽ ഹോപ്പർ ഇപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ ചോയ്സും പിന്നീട് ആലോചിക്കുമ്പോൾ തെറ്റായി തോന്നും എന്ന ഉറപ്പോടെ ജീവിക്കുന്നതിനെയാണ് പാരന്റിംഗ് എന്ന് പറയുന്നത് എന്നാണ് ഹോപ്പറിന്റെ അഭിപ്രായം. ഇതേ സമയം മൈക്കും 11 തമ്മിലും ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. മൈക്ക് ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അവർക്കൊന്നിച്ച് ഇവിടെ നിന്നും എവിടേക്കെങ്കിലും ഓടിപ്പോകാൻ കഴിയുന്ന ഒരു എൻഡിങ് ഉണ്ടാകണം എന്നാണ്. എന്നാൽ 11 പറയുന്നത് അവളുടെ ശരീരത്തിൽ ഹെൻറിയുടെ ബ്ലഡ് ഉള്ളതിനാൽ അവൾ ജീവിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള കൂടുതൽ കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ്. എങ്കിൽ തങ്ങൾ അതിനെ ഒന്നിച്ചു നേരിടും എന്ന് മൈക്ക് പറയുന്നു. എനിവേ, പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ലാതെ ആ കോൺവെർസേഷൻ അവസാനിക്കുകയാണ്. ഇപ്പോൾ അപ്സൈഡ് ഡൗണിലെ ലാബിനുള്ളിൽ എക്സോട്ടിക് മാറ്റർ ആ ബിൽഡിങ്ങിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നത് തുടരുമ്പോൾ സ്റ്റീവും ഡസ്റ്റിനും കാണാതായവരുടെ എന്തെങ്കിലും ഒരു സിഗ്നൽ ലഭിക്കുന്നുണ്ടോ എന്ന് തിരയുകയാണ്. അവർക്ക് മുകളിലായി സീലിംഗിലെ ഒരു ഹോളിലൂടെ ആ ഇലക്ട്രിക് സ്പിയർ ഇപ്പോഴും സ്പാർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് ഒരു വശത്തേക്ക് കടക്കാനായി ഒരു റിസ്കി അറ്റംപ്റ്റിന് മുതിരുമ്പോൾ ഡസ്റ്റിൻ ഇപ്പോൾ എല്ലാ കൺട്രോളും നഷ്ടപ്പെട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവനെ അതിൽ നിന്ന് തടയുകയും തനിക്കിനി ഒരു സുഹൃത്തിനെ കൂടി നഷ്ടപ്പെടാൻ കഴിയില്ലെന്ന് പറയുകയുമാണ്. ഈ ഒരു ഇമോഷണൽ എക്സ്പ്രഷനിലൂടെ ഇപ്പോൾ കൂടുതലൊന്നും പറയാതെ തന്നെ അവർക്കിടയിലെ ടെൻഷൻ സോൾവ് ആയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ ഇപ്പോൾ ജോനത്തൻ ആദ്യം ഉണരുന്നു. ചുറ്റുമുള്ള മതിലുകൾ സോഫ്റ്റ് ആൻഡ് സാഗി ആയിരിക്കുന്നത് കാണുമ്പോൾ അവൻ പെട്ടെന്ന് നാൻസിയെ കൂടി വിളിച്ചുണർത്തുന്നു. റൂം മുഴുവൻ ലിക്വിഡ് നിറയാൻ തുടങ്ങുമ്പോൾ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നെങ്കിലും അതിന്റെ ഹാൻഡിൽ പൊട്ടി അവന്റെ കയ്യിലേക്ക് വരുന്നു. ഇപ്പോൾ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ അവർ മനസ്സ് തുറക്കുന്നു. തങ്ങളുടെ തെറ്റുകളും ആത്മവിശ്വാസ കുറവുകളും അവർ പരസ്പരം സമ്മതിക്കുന്നു. ഇടയ്ക്ക് ജോനത്തൻ സ്റ്റീവിന്റെ കാര്യം എടുത്തിടുമ്പോൾ സ്റ്റീവ് ഒരു നല്ല വ്യക്തിയാണെങ്കിലും തങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വെവ്വേറെ ആയതിനാൽ അവനോട് തനിക്കിപ്പോൾ ഒന്നുമില്ലെന്ന് നാൻസി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. താൻ നാൻസിക്കായി കരുതി വെച്ചിരുന്ന എൻഗേജ്മെന്റ് റിംഗും ജോനത്തൻ അവളെ കാണിക്കുന്നു. പ്രൊപ്പോസ് ചെയ്യുന്നതിന് പകരം മരണം മുന്നിൽ കാണുന്ന അവൻ അവളോട് തന്നെ വിവാഹം കഴിക്കാതിരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. നാൻസിയും ഇതിന് സമ്മതിച്ചുകൊണ്ട് മ്യൂച്വലി അവരുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ പെട്ടെന്ന് കോൺവെർസേഷൻ അവരെ തങ്ങളുടെ ചുറ്റുമുള്ള സിറ്റുവേഷനിൽ നിന്നും എത്രമാത്രം ഡിസ്ട്രാക്ട് ചെയ്തു എന്നവർ മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ മെൽറ്റിംഗ് എല്ലാം നിന്ന് നിലത്തെ ലിക്വിഡ് ഒക്കെ ഉറഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് അവരിപ്പോൾ തൽക്കാലം സേഫ് ആണ്. ഇത് അവരെ വീണ്ടും പരസ്പരം ഹഗ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. ഡ്രീം വേൾഡിലെ ഡെസേർട്ടിൽ മാക്സും ഹോളിയും ഇപ്പോഴും ഒരു ലക്ഷ്യവും കാണാതെ തിരയുകയാണ്. പക്ഷെ ഇടയ്ക്ക് ഹോളി ലുക്കിംഗ് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അതിന്റെ ക്യാപ്പിന്റെ ഷേപ്പ് കേവിന്റെ ഓപ്പണിങ്ങിനോട് മാച്ച് ചെയ്യുന്നതാണെന്ന് അവൾ തിരിച്ചറിയുന്നു. അവൾ അതിനെ ഒരു മാപ്പായി കണ്ട് അതിനെ ഫോളോ ചെയ്ത് തിരികെ നടക്കുന്നതിനിടെ പെട്ടെന്ന് കാൽച്ചുവട്ടിലെ മണ്ണ് മാറി അവൾ താഴേക്ക് വീഴാൻ പോകുന്നു. കൃത്യസമയത്ത് മാക്സ് അവളുടെ കൈപിടിച്ച് രക്ഷിക്കുമ്പോൾ താഴെ ഒരു പഴയ മൈൻഡ് ഷാഫ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ടണൽ അവർ കണ്ടെത്തുന്നു. പക്ഷെ ഇതിനോടകം ഹെൻറി വില്ലിന്റെ കണക്ഷൻ യൂസ് ചെയ്ത് മാക്സിന്റെ ഹോസ്പിറ്റൽ റൂം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒപ്പം 11 വാട്ടർ ടാങ്ക് യൂസ് ചെയ്ത് വില്ലിനെ കണ്ടെത്തി അവനെ ടെന്റക്കിൾസിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കുന്നു. ഇപ്പോൾ റിയൽ വേൾഡിൽ തിരിച്ചെത്തിയ 11 വില്ലും മറ്റുള്ളവരോട് വെഗ്ന മാക്സിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതിനെ പറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ മൈൻഡിനുള്ളിൽ മാക്സും ഹോളിയും ഹെൻറിയുടെ കുട്ടിക്കാലത്തെ ഒരു മെമ്മറി വിറ്റ്നസ് ചെയ്യുകയാണ്. എന്തോ കാരണത്താൽ പേടിച്ചരണ്ട് ഒരു ബ്രീഫ് കേസ് മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കൊച്ചു ഹെൻറി അവിടേക്ക് എത്തുമ്പോൾ പരിഭ്രാന്തനായി അവനെ ഷൂട്ട് ചെയ്യുന്നു. ഹെൻറി ഇതിനോട് വയലന്റ് ആയി പ്രതികരിച്ച് ആ മനുഷ്യനെ കൊല്ലുന്നു. ഇതാണ് കേവിനെ നിലനിർത്തുന്ന ആ ട്രോമാറ്റിക് മെമ്മറി. ഹെൻറി അയാളുടെ ബ്രീഫ് കേസ് തുറന്നു നോക്കുന്നെങ്കിലും അതിലെ കോntents എന്താണെന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ സ്ട്രേഞ്ചർ തിങ്സ് ദ ഫസ്റ്റ് ഷാഡോ എന്ന സ്റ്റേജ് പ്ലേ പ്രകാരം ഹെൻറിയെ ഡിമെൻഷൻ എക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും അവന്റെ ബ്ലഡ് പെർമനന്റ്ലി ഓൾട്ടർ ചെയ്യുകയും ചെയ്ത ഡിവൈസുമായി ബന്ധപ്പെട്ടതാണ് ആ ബ്രീഫ് കേസ്. ഇപ്പോൾ ലൂക്കസ് റോബിനും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വിക്കി റോബിനെ തടഞ്ഞു നിർത്തി മുമ്പ് അവിടെ നിന്ന് ഡ്രഗ്സ് മോഷ്ടിച്ചതിനെ പറ്റി ചോദിക്കുന്നു. റോബിൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് വിക്കി ധരിക്കുന്നത്.
ആൻഡ് റോബിൻ തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം വിക്കിയുടെ സംശയങ്ങൾ കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ലൂക്കസ് മാക്സിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിച്ച് റണ്ണിങ് അപ്പ് ദാറ്റ് ഹിൽ സോങ് വീണ്ടും പ്ലേ ചെയ്യുകയാണ്. മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈൻഡിലുള്ള മാക്സും ഇത് കേൾക്കുകയും അവൾ മൈൻഡിലെ കല്ലുകളും പാറകളും മാറ്റി അവിടെ നിന്നും പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മാക്സിന്റെ ഹാർട്ട് മോണിറ്റർ കൂടുതൽ വേഗത്തിൽ ബീപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. എനിവേ, ആ ശ്രമത്തിനൊടുവിൽ അവളും ഹോളിയും വീണ്ടും മുമ്പ് അവൾ രക്ഷപ്പെടാനുള്ള ഫൈനൽ സ്റ്റേജിലെത്തിയ ആ റെഡ് റെൽമിലേക്ക് കടക്കുന്നു. പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തിയ മിലിറ്ററി റോബിനെ പിടിച്ചുകൊണ്ടു പോവാൻ ശ്രമിക്കുന്നതിനിടെ ഏതാനും ഡെമോഡോഗ്സ് അവിടെ എത്തി സോൾജിയേഴ്സിനെ കൊല്ലുന്നു. ആൻഡ് ഇത് കാണുന്ന വിക്കിക്കാകട്ടെ ഇപ്പോൾ റോബിൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നെന്ന് ബോധ്യപ്പെടുന്നു. അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ കൂടുതൽ ഡെമോഡോഗ്സ് അവിടേക്ക് എത്തുന്നു. പക്ഷെ അവ തങ്ങൾക്ക് നേരെയല്ല വരുന്നതെന്ന് റോബിന് മനസ്സിലാകുന്നു. കാരണം അവ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായാണ് വന്നിരിക്കുന്നത്. റോബിൻ വേഗം ലൗഡ് സ്പീക്കറിലൂടെ ഇക്കാര്യത്തെപ്പറ്റി ലൂക്കസിന് മുന്നറിയിപ്പ് നൽകുമ്പോൾ അവൻ മാക്സിനെയും എടുത്തുകൊണ്ട് ഓടി എലിവേറ്ററിൽ കയറുന്നു. അതേസമയം ലൗഡ് സ്പീക്കറിലൂടെ ഈ അനൗൺസ്മെന്റ് കേൾക്കുന്ന കാരൻ വീലറും പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നമുക്കിവിടെ കാണാം. ലൂക്കസ് ഇപ്പോൾ റോബിനും വിക്കിക്കുമൊപ്പം ഡെമോഡോഗ്സിൽ നിന്ന് രക്ഷപ്പെടാനായി ലോണ്ടറി റൂമിൽ എത്തിയിരിക്കുന്നു. ഡെമോഡോഗ്സ് തങ്ങളെ കണ്ടുപിടിക്കാതിരിക്കാൻ മ്യൂസിക് ഓഫ് ചെയ്യാൻ റോബിൻ പറയുന്നെങ്കിലും മാക്സ് രക്ഷപ്പെടുന്നതിനോട് വളരെ അടുത്തെത്തി എന്ന് മനസ്സിലൊരു തോന്നലുണ്ടാകുന്ന ലൂക്കസ് ഇതിന് വിസമ്മതിക്കുന്നു. സോ ഡെമോഡോഗ്സ് ഇപ്പോൾ ഏതാണ്ട് അവരുടെ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവിടുത്തെ വാഷിംഗ് മെഷീനുള്ളിൽ കിടന്ന് ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാക്കുന്ന നോയ്സ് ഡെമോഡോഗ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് അവിടേക്ക് ആകർഷിക്കുന്നു. ഇതൊരു ട്രാപ്പ് ആയിരുന്നു. പെട്ടെന്ന് അതിലൂടെ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻസ് ക്രീച്ചേഴ്സിനെ കൊല്ലുകയും ലൂക്കസും കൂട്ടരും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് ഈ ട്രാപ്പ് സെറ്റ് ചെയ്ത് അവരെ രക്ഷിച്ചത് കാരൻ ആണെന്ന് കൂടി നമ്മൾ കാണുന്നു. ഫൈനലി ഇപ്പോൾ റെഡ് റെൽമിൽ ഒരു പോർട്ടൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലൂടെ തന്റെ റിയൽ ബോഡിയുമായി നിൽക്കുന്ന ലൂക്കസിനെ മാക്സ് കാണുന്നു. പക്ഷെ ഇപ്പോൾ മാക്സ് ഹോളിയോട് അവൾക്ക് തന്നോടൊപ്പം വരാൻ കഴിയില്ലെന്ന് പറയുന്നു. കാരണം ഈ പോർട്ടൽ മാക്സിന്റെ ശരീരം ഉള്ളിടത്തേക്കല്ലേ നയിക്കൂ. ഹോളിക്ക് രക്ഷപ്പെടാൻ അവൾ അവളുടെ ശരീരം ഉള്ളിടത്തേക്കുള്ള പോർട്ടൽ തുറക്കാനുള്ള കണക്ഷൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആൻഡ് മ്യൂസിക് മാത്രമല്ല മറ്റെന്ത് വേണമെങ്കിലും ഇതിനുള്ള ആങ്കർ ആയേക്കാമെന്ന് മാക്സ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാക്സിന്റെ ഈ മനംമാറ്റത്തിൽ ഹോളി ആദ്യം സർപ്രൈസ് ആവുകയും വിഷമിക്കുകയും ചെയ്യുന്നെങ്കിലും മാക്സ് അവളെ തുടർച്ചയായി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നു. തുടർന്ന് മാക്സിന് സോങ് എന്ന പോലെ ഹോളിയുടെ ആങ്കർ എന്തായിരിക്കുമെന്ന് അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കോൺവെർസേഷനിലേക്ക് മൈക്ക് അവൾക്ക് നൽകിയ ആക്ഷൻ ഫിഗർ വരുന്നെങ്കിലും അത് ചൈൽഡിഷ് ആണെന്നാണ് ഹോളി കരുതുന്നത്. പക്ഷെ മാക്സ് അവളോട് ആക്ഷൻ ഫിഗറിലെ ഹോളി ദ ഹീറോയിക്കിനെ പോലെ ഹോളിയും ധൈര്യമുള്ളവളാണെന്ന് അവളുടെ മുൻപത്തെ ആക്ടിവിറ്റീസ് എടുത്തു പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കുന്നു. സോ ഇപ്പോൾ ഹോളി അവളുടെ ആങ്കർ തിരിച്ചറിയുമ്പോൾ അവൾക്കും തന്റെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സെക്കൻഡ് പോർട്ടൽ ഓപ്പൺ ആവുന്നു. പക്ഷെ അവളുടെ ശരീരം വെക്നയുടെ ലെയറിൽ ടെന്റക്കിൾസിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. സ്റ്റിൽ അവൾ അതിലേക്ക് കടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അപ്സൈഡ് ഡൗണിലെ അവളുടെ വീട്ടിലെത്തി ഒളിച്ചിരിക്കാൻ മാക്സ് അവളോട് പറയുന്നു. റിയൽ വേൾഡിൽ നിന്നും കൃത്യസമയത്ത് അവൾക്കുള്ള ഹെൽപ്പ് എത്തിയിരിക്കുമെന്ന് മാക്സ് അവളെ അഷ്വർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്ത ശേഷം തങ്ങളുടെ പോർട്ടൽസ് ലക്ഷ്യമാക്കി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടുകയാണ്. ഈ ഒരു പോയിന്റിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ അതാണ് എസ്കേപ്പ് ഫ്രം കാമസോട്സ് എന്ന 6th എപ്പിസോഡ് ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. എപ്പിസോഡിനെ പറ്റിയും വീഡിയോയും പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയുമായി എത്രയും വേഗം കാണാം. അതുവരെ ബൈ.